അക്കൗണ്ടിംഗ് ആൻഡ് GST ലേണിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഒരു GSTയുമായി ബന്ധപ്പെട്ട ചാനലാണ്. അതായത് GST ഫയലിംഗ് റിട്ടേൺ എങ്ങനെ ചെയ്യുക, കൂടാതെ തന്നെ ഇൻകം ടാക്സ് ഫയലിംഗ് റിട്ടേൺ എങ്ങനെ ചെയ്യുക, കൂടാതെ തന്നെ ടാലി ടിപ്സ് ഇവ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ടാലി പ്രൈമിൽ നിന്നും അതായത് GSTR1 എങ്ങനെയാണ് JSON ഫയലാക്കി മാറ്റിയിട്ട് അത് നമ്മളെങ്ങനെ GSTയിൽ ഫയൽ ചെയ്യാമെന്നുള്ളത് പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ GSTR3B എങ്ങനെ പ്രൈമിൽ നിന്നും എക്സ്പോർട്ട് ചെയ്തിട്ട് അതായത് JSON ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഫയൽ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് വരിക, അതായത് ഗേറ്റ് ഓഫ് ടാലിയിൽ വരിക. ഗേറ്റ് ഓഫ് ടാലിയിൽ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുക്കുക. എന്നിട്ട് അതിൽ അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ്, അതായത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് സെലക്ട് ചെയ്യുക. എന്നാൽ എന്ത് ചെയ്യുക, GST റിപ്പോർട്ടിൽ നിങ്ങൾ 3B വരിക. 3B വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. 1-4 അതായത് നിങ്ങളെ പീരീഡ് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളെ പീരീഡ് മാറ്റി കൊടുത്തപ്പോൾ നമ്മളെ 3B റിപ്പോർട്ട് നമ്മളെ ടോട്ടൽ ഔട്ട്വേർഡ് സപ്ലൈസ്, അതേപോലെ നമ്മളെ ഇൻവേർഡ് സപ്ലൈസ്, അതായത് നമ്മളെ പർച്ചേസിൻ്റെ ഡീറ്റെയിലും എല്ലാം വന്നിട്ടുണ്ട്. അതായത് നമ്മളെ ഇൻറ്റിഗ്രേറ്റഡ് ടാക്സിൻ എത്രയാണ്, അതേപോലെ നമ്മളെ ITC എത്രയാണെന്നുള്ള ടോട്ടലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മളാളത്തെ ITCയിൽ പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം കിട്ടും. അപ്പോൾ ഏകദേശം നമ്മളെല്ലാ ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 3B നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി പീരീഡ് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഞാൻ ബാക്ക് അടിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് ബുക്ക് ഓഫ് അക്കൗണ്ട് പ്രകാരമുള്ള ഇൻപുട്ടാണ്. നമ്മളെ ഈ 5,49,000 5,49,603.78. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ട് ആയിരിക്കില്ല നമ്മൾ 2Bയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ഫയൽ ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. നമ്മുടെ സെയിൽസിൻ്റെ ഡീറ്റെയിലും അതേപോലെ പർച്ചേസിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട് പ്രകാരം കറക്റ്റാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിസ്മാച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇവിടെ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഇവിടെ 0 ആയിരിക്കണം, അതേപോലെ ഇവിടെ 0 ആയിരിക്കണം. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ GSTR1 ഫയൽ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. നമ്മൾ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ HSM കോഡിൽ ഇവിടെ കാണാം, അത് 0 ആയിരിക്കണം. അതേപോലെ തന്നെ ഇവിടെ ഈ അൺസർട്ടൻ, അതായത് എന്തെങ്കിലും ഇൻകംപ്ലീറ്റ് ഉണ്ടെങ്കിൽ അത് മിസ്മാച്ച് ഉണ്ടെങ്കിൽ അതും 0 ആയിരിക്കണം. അത് ഉണ്ടെങ്കിൽ എന്തെങ്കിലും റേറ്റിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ HSM കോഡ് കൊടുക്കാത്ത പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് വരണം. അപ്പം നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ അതേപോലെ തന്നെ Alt അടിക്കുക, എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ റിട്ടേണിൽ വരിക, അവിടെ എൻ്റർ അടിക്കുക. എന്നിട്ട് നമ്മൾ JSON ഫയലാക്കിയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഗ്രാം ഫയൽ ടാലി പ്രൈമിൽ നിന്ന് ആ ഡാറ്റയിലേക്കാണ് ആ ഫോൾഡറിലേക്കാണ് നമ്മൾ ഈ ഫയൽ പോവുക. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സെൻഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ 3B അവിടെ എക്സ്പോർട്ടായി. അതായത് ഈ 3B ഈ ഒരു ഫയലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓഫ്ലൈനായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, GSTR സൈറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പം നമ്മൾ GSTR സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ നമ്മളത് ഫയൽ റിട്ടേണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏപ്രിൽ മാസം സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സെർച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ താഴെ ഇവിടെ 3Bയുടെ അവിടെ നമ്മൾ പ്രിപ്പയർ ഓൺലൈനിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഓട്ടോ അതായത് നമ്മൾ സിസ്റ്റം ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ജസ്റ്റ് പ്രിപ്പയർ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ അടുത്ത് നിൽ റിട്ടേൺ അല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോ എടുക്കുക, എടുത്ത് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമ്മൾ GSTR1 ഫയൽ ചെയ്ത് അപ്പോൾ നമ്മൾ GSTR1 ഫയൽ ചെയ്തതോടുകൂടി ഇതെല്ലാം ഗ്രീനായി. അതായത് GSTR1ൽ 2B ആക്റ്റീവ് ആയിട്ടുണ്ട്. 1 ഫയൽ ചെയ്തുകൊണ്ട് 1 ഗ്രീനായി, പിന്നെ 2B ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് 2B ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം നമുക്ക് ഫയൽ ചെയ്യാൻ എന്തായാലും അതിവിടെ ക്ലോസ് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ടാക്സ് ഓൺ ഔട്ട്വേർഡ് ആൻഡ് റിവേഴ്സ് ചാർജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ അത് സിസ്റ്റം ജനറേറ്റ് നമ്മൾ GSTR1 ഫയൽ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് വന്നതാണ് അതിൽ. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് നോക്കാം. കാരണം നമ്മളെ ടോട്ടൽ സെയിൽസിൻ്റെ, അതായത് നമ്മുടെ ടോട്ടൽ സെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്, അതായത് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി വീണ്ടും ഓഫ്ലൈനായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ തന്നെ വരുള്ളൂ, മാറ്റൊന്നും വരാൻ പോകില്ല. അപ്പോൾ നമ്മൾ JSON ഫയലായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളിത് ഈ ഒരു ഔട്ട്വേർഡ് സപ്ലൈ ഇൻവേർഡൊക്കെ നോക്കാം. ജസ്റ്റ് ഈ ക്ലയൻസിൽ എടുക്കുക. അടുത്ത് നമ്മൾ എലിജിബിൾ ITC ആണ്. എലിജിബിൾ ITCയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ടോട്ടൽ 6,61,772 നമ്മൾ ഏത് IGST ആയിട്ടും 17,596 നമ്മളെന്ത്
CGST SGST ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് നമ്മുടെ സിസ്റ്റം ജനറേറ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് കൺഫേം കൊടുക്കുക. അപ്പോൾ നമ്മളിനി അതായത് നമ്മൾ സിസ്റ്റം പ്രകാരം ചെയ്യാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ബാക്ക് അടിക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഏപ്രിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ഓഫ്ലൈൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചൂസ് ഫയൽ, എന്നിട്ട് നമ്മൾ ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി പ്രോഗ്രാം ഫയൽ ടാലി പ്രൈമിൽ ഇത് അവിടെ വന്നിട്ടുണ്ട് 3B എന്നുള്ളത്. അപ്പോൾ ഈ 1.38 നമ്മളത് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അപ്പോൾ കാണാം നമ്മൾ അതായത് നമ്മൾ ഓഫ്ലൈൻ ചെയ്തത് സക്സസ്ഫുള്ളി ഇത് അപ്ലോഡ് ആയിട്ടുണ്ട്. അത് അവിടെ യുവർ JSON ഫയൽ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ബാക്ക് ടു ഫയൽ റിട്ടേണിൽ വരിക. നിങ്ങൾ ഏപ്രിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും പ്രിപ്പയർ ഓൺലൈനിൽ വരിക. ഇവിടെ നോ കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമ്മളിവിടെ നെഗറ്റീവായി കാണുന്നുണ്ട്. എന്താ വെച്ചാൽ അത് നെഗറ്റീവായുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സെൻട്രൽ ടാക്സ് നമുക്ക് കൂടുതലായിട്ടും അതേപോലെ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് കുറവായിട്ട് അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം നമ്മളെ 2Bയുടെ റിപ്പോർട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമ്മളെ സിസ്റ്റം ഓക്കെ ഒന്ന് നമുക്കിതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ജസ്റ്റ്. അപ്പം അതായത് നമ്മൾ സിസ്റ്റം പ്രകാരം നമുക്ക് 4,87,778.84 നമ്മളെ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് വന്നിട്ടുള്ളത്. അതുപോലെ സെൻട്രൽ ടാക്സ് 30,912.47 പക്ഷേ നമ്മൾ അപ്പോൾ അത് ഇവിടെ നെഗറ്റീവായി വന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാരണം പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മൾ ഒന്ന് ബാക്ക് അടിക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ബാക്ക് അടിച്ചിട്ട് 2Bയിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ ഏപ്രിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം, താഴെ കാണാം, നമുക്ക് അവിടെ കാണാം, ഈ സൈഡിലായിട്ട് കാണാം നമുക്ക് GSTR2B എന്നുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യണം, B ചെയ്യുക. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഫയൽ ഇവിടെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. അതായത് നമ്മൾ B2B ഇൻവോയ്സ് ഒക്കെ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ B2B ഒന്ന് ക്ലിക്ക് ചെയ്തു. അതായത് നമ്മൾ ഏപ്രിൽ, അതായത് നമ്മൾ മാർച്ച് മാസത്തെ ഇൻപുട്ടൊക്കെ ഇതിൽ കയറിയിട്ടുണ്ട്. അതായത് നമ്മൾ മാർച്ച് മാസത്തെ ഇൻപുട്ടൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സിസ്റ്റം പ്രകാരം നമ്മൾ 4.48 അപ്പോൾ നമുക്ക് കുറച്ച് ഇൻപുട്ട് കൂടി കിട്ടാണ്ട്, അതായത് IGST പ്രകാരം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാർച്ച് മാസത്തെ ഇൻപുട്ട് പ്രകാരമാണ്. അപ്പോൾ ഇത് 1, 2, 3 അതായത് നമ്മുടെ മാർച്ചിൽ ഇൻപുട്ട് 8/3 ഇൻപുട്ട് കയറിയിട്ടുണ്ട്. അതേപോലെ അതായത് ഇൻപുട്ടുകൾ കയറിയിട്ടുണ്ട് ഇൻവോയ്സ് ഡേറ്റിൻ്റെ. അതേപോലെ അതായത് നമ്മളെ മാർച്ചിൽ വീണ്ടും വന്നിട്ടുണ്ട്, ഫെബ്രുവരി, ഈ കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് അടിച്ചിട്ട് അപ്പോൾ നമുക്ക് 661,172.41 ഇൻ്റഗ്രേറ്റഡ് ടാക്സും അതേപോലെ 17,596.59 CGST ആയിട്ടും അതേപോലെ 17,596.59 നമുക്ക് ഏതിൽ വന്നിട്ടുണ്ട്, നമ്മളെ 2Bയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിസ്റ്റം പ്രകാരം 4.87 ഇൻ്റഗ്രേറ്റഡ്. അപ്പോൾ 4.87 നമ്മൾ ഏപ്രിൽ മാസത്തെ മാത്രമാണ് ഏത് ആയിട്ട് ടാക്സ് വന്നിട്ടില്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് മുന്നത്തെ നമുക്ക് അതായത് ഫെബ്രുവരി ഡിസംബറിലേക്ക് വരാനുള്ള എമൗണ്ട് നമ്മൾ ഈ മാസം ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എമൗണ്ട് എടുക്കാൻ പോവാണ്, അതായത് ഈ കംപ്ലീറ്റ് ഈ എമൗണ്ട് എടുക്കാൻ പോവാണ്. കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു 30,912.47 നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 17,596 105% മാക്സിമം നമുക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ നമ്മളെന്താ അങ്ങനെ ഈ മാസം നമ്മൾ ക്ലെയിം ചെയ്യില്ല, കാരണം നമുക്ക് അടുത്ത മാസം 2Bയിൽ വരുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ആകുമ്പോൾ ഓരോ മാസത്തെയും കറക്റ്റായിട്ട് നമുക്ക് പോവാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ റിട്ടേൺ ബാക്ക് ടു ഡാഷ്ബോർഡിൽ വരികയാണ്. ഞാൻ ഈ 661,172.41 17,596.59 ഞാനൊന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ബാക്ക് ടു ഡാഷ്ബോർഡിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഏപ്രിൽ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഞാൻ 3Bയിലേക്ക് വരികയാണ്. അതായത് എന്നിട്ട് ഞാൻ 3Bയിലേക്ക് ഇവിടെ പ്രിപ്പയർ ഓൺലൈനിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ നോ കൊടുത്തിട്ട്
അപ്പോൾ നമ്മളെ സെയിൽസൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. നമ്മൾ ഓഫ്ലൈന് ഉപയോഗിക്കുമ്പോൾ നമ്മളൊന്ന് നമ്മൾ സെയിൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ 22,74 ടോട്ടൽ സെയിൽസ് വരുന്നത്. അപ്പോൾ 22,74,218 അതേപോലെ 2,04,663 സെൻട്രൽ ടാക്സും അതേപോലെ സ്റ്റേറ്റ് ടാക്സും എമൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്ന് കൺഫേം കൊടുക്കുക. അതെല്ലാം ചെക്ക് ചെയ്താണ്. അപ്പോൾ നമ്മളത് ഒന്ന് കൺഫേം കൊടുക്കുക. നമ്മളിവിടെ എലിജിബിലിറ്റീസിൽ വരിക. അപ്പോൾ നമുക്കിവിടെ സെയിൽസും അതേപോലെ പർച്ചേസും മാത്രമേ ഉള്ളൂ. അതേപോലെ റിവേഴ്സ് ചാർജ് ഇല്ല. അതേപോലെ തന്നെ നമുക്ക് അൺരജിസ്റ്റേർഡ് പർച്ചേസൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെയിൽസും പർച്ചേസും മാത്രമേ ഉള്ളൂ. അതേപോലെ ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടൊന്നും ഈ മാസമല്ല. അപ്പോൾ നമ്മൾ എലിജിബിൾ ഐറ്റീസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ സിസ്റ്റം പ്രകാരം 487,778 അപ്പോൾ നമ്മൾ ടോട്ടൽ നമുക്കിവിടെ 6 സംതിങ് ഉണ്ട് ടോട്ടൽ. അതായത് 2B പ്രകാരം 661 നമ്മൾ പഴയ ഇൻപുട്ടൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഞാൻ ആ എമൗണ്ട് ഇവിടെ കാണിക്കണം 661 അപ്പോൾ അത് കറക്റ്റായി വന്നിട്ടുണ്ട്. 2B പ്രകാരമാണ്. നമ്മൾ 2B പ്രകാരം 661,172.4 ഉണ്ട്. പിന്നെ നമ്മൾ 2B പ്രകാരം 17,596.59 ആ ഈ എമൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നെഗറ്റീവ് അവിടെ പോയി, അതായത് റെഡ് മാർക്ക് അവിടെ പോയി എന്തായാലും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്കിവിടെ 30,912 ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ 15 അതായത് ഈ 17,596.59 മാക്സിമം 105% വരെ നമുക്ക് ഇൻപുട്ട് എടുക്കാം. അപ്പോൾ ഞാനെന്താ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ വെച്ചാൽ 5% എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം ബില്ല് കയറുമ്പോൾ പിന്നെ നമ്മൾ കുറച്ച് കാണിക്കണം ബില്ല്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റായി വരുമ്പോൾ മാത്രമാണ് എടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ചില കമ്പനികളിൽ നമ്മൾ ടാക്സ് ചിലപ്പോൾ നമുക്ക് അടക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് 105% എടുക്കുക. അവിടെ നമുക്ക് ഓൾറെഡി ഇൻപുട്ട് ഉണ്ടാവുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണത് ഈ നമ്മൾ ആ 2B പ്രകാരമാണ് കംപ്ലീറ്റ് എടുത്തത്. 2B പ്രകാരം തന്നെ നമ്മൾ 661 ഇൻപുട്ടും IGST ആയിട്ടും അതേപോലെ 17,596.59 17,596.50 നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ 448 അത് നമ്മളെ ടാലി ERP അതായത് നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ട് പ്രകാരം ഏപ്രിൽ മാസത്തെ. ഈ 661 പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർച്ചിലത്തെ ബില്ലും കൂടി കയറിയതാണ്. മാർച്ചിൽ ഫെബ്രുവരിയിലും നമ്മളെ കൗണ്ടർ പാർട്ടി ഫയൽ ചെയ്യാത്തതുകൊണ്ട് അത് ഇപ്പോഴാണ് നമ്മൾ 2Bയിൽ കയറി വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഇൻപുട്ട് നമുക്ക് എടുക്കാം. കാരണം അത് നമ്മൾ അന്ന് ഫയൽ ക്ലെയിം ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഈ മാസം എടുക്കാം നമുക്കത്. പിന്നെ അതേപോലെ 17,596 നമ്മളിവിടെ ഓൾറെഡി നമുക്ക് 30,912 ഉണ്ട്. അതിൽ നമുക്ക് 17,596.50 നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു 8 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്കൊരു 105% വരെ ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 2Bയിൽ എന്താ വന്നു വെച്ചാൽ അതേപോലെ തന്നെ എടുത്തിട്ടുള്ളൂ. നമുക്ക് 105% അതായത് ഒരു 5% എക്സ്ട്രാ ക്ലെയിം ചെയ്യാനുള്ള ഒരു റൂള് 36 എന്ന് പറഞ്ഞിട്ടുള്ള ആ റൂളിൽ നമുക്ക് എന്ത് ചെയ്യുക, ആ റൂളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു 105% വരെ നമുക്ക് എടുക്കാം. അതായത് ഈ 2Bയിൽ വന്ന എമൗണ്ടാണ്. ഇതിന് നമുക്ക് 105% വരെ നമുക്ക് എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളത് 2Bയിൽ വന്ന എമൗണ്ട് തന്നെയാണ് കറക്റ്റായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. ഞാൻ കൺഫേം കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ എമൗണ്ട് കറക്റ്റായി കൊടുത്താൽ നമുക്ക് എലിജിബിൾ ഐറ്റീസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അടുത്തത് നമ്മളെന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ സേവ് കൊടുക്കുക. അപ്പോൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം GSTR3B ഡീറ്റെയിൽ സേവ്ഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുക. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇൻറ്റഗ്രേറ്റഡ് ടാക്സ് ഉണ്ടാവുകൊണ്ട് 2 ലക്ഷം നമുക്ക് ആ ഇൻപുട്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 2,04,664 നമ്മളിതിൽ ഈ ഇൻപുട്ട് തന്നെ സെറ്റ് ഓഫ് ചെയ്യാൻ പോവാണ്. 2,04,664 നമ്മുടെ ടോട്ടൽ എന്ത് ചെയ്യുക, ഔട്ട്വേർഡ് സപ്ലൈ. അപ്പോൾ ആ എമൗണ്ട് ഇവിടെ കാണാൻ നമുക്ക് 2,04,664 ഉണ്ട്. ഈ എമൗണ്ടാണ് നമ്മളെ 2,04,664 നമ്മൾ ടോട്ടൽ അടക്കേണ്ട എമൗണ്ട്. ഈ എമൗണ്ടാണ് നമ്മളെ ടോട്ടൽ അടക്കേണ്ട എമൗണ്ട്. അപ്പോൾ നമ്മൾ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ IGST നമുക്ക് ഇൻപുട്ട് ഉണ്ടാവുകൊണ്ട് സെറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ മേക്ക് പേയ്മെൻറ്റ് സെറ്റ് ഓഫ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം യെസ് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ആവും. അപ്പോൾ ഓഫ് സെറ്റ് സക്സസ്ഫുൾ കാണിക്കും. ഇവിടെ ഓക്കെ കൊടുക്കുക. ഇനി താഴെ വന്നിട്ട് ഇവിടെ പ്രൊസീഡ് ഫയൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രൊപ്പറേറ്റർ സെലക്ട് ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ VC വെച്ചിട്ട് ഫയൽ ചെയ്യുക. അപ്പോൾ നമ്മൾ OTPക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ OTP വന്നിട്ടുണ്ട്. നമ്മളിവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും സേവ് ചെയ്യാൻ വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫയൽ സക്സസ്ഫുള്ളായിട്ട് ഫയൽ ചെയ്യാം. അപ്പോൾ നമ്മളെ ഫയലിംഗ് സക്സസ്ഫുൾ പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ടാലി പ്രൈം വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതിൽ കുറച്ചുകൂടി 2Bയുടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൈം വെച്ചിട്ട് ടാലിയിൽ നിന്ന് പ്രൈം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക GSTR3B ഫയൽ ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. എന്തായാലും നന്ദി, നമസ്കാരം.